Hi dears, welcome to Achus design. ഇന്ന് നമ്മൾ സ്ലബ് കോട്ടൻ്റെ ഫാബ്രിക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് എംബ്രോയിഡറി ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 2 കളർ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് കളറിലെ പേളാണ് വേണ്ടത്. അപ്പോൾ ഈ 2 കളർ സിൽക്ക് ത്രെഡും അതുപോലെ ഈ വൈറ്റ് കളറിലെ പേളും വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു എംബ്രോയിഡറി ഡിസൈനാണിത്. ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. നമുക്ക് അതിനെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ സ്റ്റെം ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഞാൻ 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നീഡിൽ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ആദ്യം ത്രെഡ് എടുത്ത ആ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ത്രെഡ് കൊണ്ടുവരിക. എന്നിട്ട് പിന്നെ കുറച്ചുകൂടെ മുൻപിലേക്ക് നീക്കിയിട്ട് അടുത്ത നീഡിൽ താഴേക്ക് കുത്തുക. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിന് പറ്റിയൊരു സ്റ്റിച്ചുമാണിത്. കാരണം സ്റ്റെം സ്റ്റിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ ഇത് സ്റ്റെം സ്റ്റിച്ചിന് പകരം തന്നെ നമുക്കത് ചെയിൻ സ്റ്റിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഡിസൈൻ വന്നിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. കുറേ ഫ്ലവേഴ്സും കുറേ സ്റ്റെമ്മും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലീഫൊന്നും നമുക്കിതിൽ വന്നിട്ടില്ല. സ്റ്റെമ്മും ഫ്ലവേഴ്സും മാത്രമേ നമുക്കിതിനകത്ത് വന്നിട്ടുള്ളൂ. കാരണം നമ്മുടെ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന വിധത്തിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഈ പോർഷനിലേക്ക് ഫുള്ളായിട്ട് വന്നിട്ടുമില്ല ഈ ഒരു ഡിസൈൻ. കാരണം നമ്മുടെ നെക്കിൻ്റെ കുറച്ച് താഴെ ഒരു 4 ഇഞ്ച് ഇറക്കത്തിലാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഡിസൈൻ. യോക്ക് ഫുള്ളായിട്ട് വരുന്നതുമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവസാനം നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സ്റ്റെമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റെമ്മുള്ള ഭാഗം ഫുള്ളായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് നമുക്ക് സ്റ്റെമ്മൊന്ന് ചെയ്ത് കൊടുക്കാം. ഓരോ സ്റ്റെമ്മ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റെമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഓരോ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ബീഡൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആണ് നമ്മൾ അതിന് ചുറ്റിനുമാണ് ഫ്ലവേഴ്സ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ റിംഗ് നോട്ട് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. റിംഗ് നോട്ട് ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബീഡ്സിൻ്റെയും അടുത്തായിട്ട് നമ്മൾ ത്രെഡ് ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതിയെ സാവകാശം താഴേക്ക് വലിച്ചു കൊടുക്കുക. പതുക്കെ വേണം റിംഗ് നോട്ട് ചെയ്യുമ്പോൾ താഴേക്ക് വലിച്ചു കൊടുക്കാനായിട്ട്. വേഗത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് റിംഗ് നോട്ടായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പതുക്കെ സാവകാശം ചെയ്യണം എന്ന് പറയുന്നത്. ബിഗിനേഴ്സിന് റിംഗ് നോട്ടൊക്കെ അതും സിൽക്ക് ത്രെഡിലൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടാവും ആദ്യമൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ സിൽക്ക് ത്രെഡിൽ പതിയെ വേണം താഴേക്ക് എടുക്കാൻ ഈ പറയുന്നത്. അപ്പോൾ ആ ഒരു ബീഡിന് ചുറ്റിനുമായിട്ട് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു റിംഗ് നോട്ട് സ്റ്റിച്ചൊന്ന് ചെയ്ത് കൊടുക്കാം. ഈ 2 കളർ ത്രെഡ് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലീഫ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ ഞാൻ ലീഫൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സ്റ്റെം മാത്രമേ ഉള്ളൂ. നമ്മൾ റിംഗ് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ബാക്കിയുള്ള ബീഡ്സിൻ്റെ ചുറ്റിനുമായിട്ട് നമുക്ക് റിംഗ് നോട്ട് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ഓരോ ബീഡ്സിൻ്റെയും അടുത്തായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് നമ്മുടെ ഈ ഒരു കുർത്തി നെക്ക് ഡിസൈൻ നമുക്ക് വന്നിട്ടുള്ളത്. ഇതുപോലെ കുറേ സ്റ്റെമ്മും ഫ്ലവേഴ്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. Thank you dears.